ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കുറച്ച് മെറ്റീരിയൽ ആദ്യം കാണിക്കാം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇത് വെച്ചാണ്. അപ്പോൾ ഇതാണ് സ്റ്റോൺ ചെയിൻ. ഒരു റോളായിട്ടാണ് നമുക്ക് കിട്ടുക. അത് മുറിച്ചും വാങ്ങിക്കാം. ഇപ്പം ഹോൾസെയിൽ എടുക്കുമ്പോൾ റോളായിട്ട് എടുത്തിട്ട് 1 മീറ്ററോ 1/2 മീറ്ററോ ഒക്കെ വെച്ച് മുറിച്ച് നമുക്ക് മേടിക്കാം. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു ഐറ്റം ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് ഭംഗിയല്ലേ ഓരോ കളറും കാണാൻ. ഈ 4 കളറ് മാത്രമല്ല, ഒരുപാട് കളറുണ്ട്. അപ്പോൾ നമ്മളൊരു സെൻറ്റർ ക്ലിപ്പിലാണ് ഇന്നിത് പരീക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സെൻറ്റർ ക്ലിപ്പ് വേണം, നമ്മുടെ ഗ്ലൂ വേണം, കത്രിക വേണം, പിന്നെ 4 കളറ് സ്റ്റോൺ ചെയിൻ. 4 കളറ് വേണമെന്നൊന്നുമില്ല. ഞാനപ്പോൾ എൻ്റെ കയ്യിലിരുന്നത് കണ്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. ഒന്ന് ചെയ്ത് നോക്കാം എന്ന് കരുതി. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഓരോ കളറും ചുമ്മാ തുടക്കക്കാർക്ക് ഒരു പാടും ഇല്ലാതെ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഒരു സൈഡിൽ ഇച്ചിരി ഗ്ലൂ തേച്ചിട്ട് നമുക്കതിലിഷ്ടമുള്ള കളറ്, ഒരേ കളറ് തന്നെ വേണേൽ വെക്കാം, അല്ല പല കളറ് വെക്കുന്ന പോലെ വെക്കാം. അപ്പോൾ ഇഷ്ടമുള്ളൊരു കളറ് നമ്മൾ അതിൻ്റെ നീളത്തിൽ മുറിച്ചെടുത്തിട്ട് അതിനകത്ത് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്യാൻ ഞാൻ ഒരു തിരിയുടെ നമ്മൾ കളയുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഗ്ലൂ തേച്ചെടുത്തോട്ട് ഏറ്റവും അറ്റത്തോട്ട് ആ സ്റ്റോണൊക്കെ നേരെ വരുന്ന രീതിയിൽ ആ ബ്ലൂ കളറൊന്ന് ഒട്ടിച്ചു. ഇനി അതിൻ്റെ ലൈറ്റ് ബ്ലൂ കളറ് സെയിം അളവിൽ മുറിച്ചെടുത്തിട്ട് അടുത്തത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കളറ് വെക്കാം കേട്ടോ. ഇപ്പം ഞാൻ ചുമ്മാ ഒന്ന് ചെയ്ത് കാണിക്കുക. അപ്പം നമ്മൾ ഇതേലൊക്കെ ഒരു ക്ലിപ്പ് മേടിക്കാൻ പോയാൽ 10-80 രൂപയൊക്കെ കൊടുക്കണം പുറത്ത്. ഇതിപ്പം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വേണേലും നമുക്ക് ചെയ്ത് വെക്കാം. ഈ സാധനത്തിൻ്റെ വില മാത്രമേ ആകുന്നുള്ളൂ. പിന്നെ നമ്മളിത് ചെയ്ത് വെച്ച് ആരെങ്കിലും കാണുമ്പോൾ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് ചെയ്തും കൊടുക്കാം. 1 മീറ്റർ മേടിച്ചാൽ നമുക്ക് ഇതേലത്തെ ഒരുപാട് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത കളർ നമ്മൾ ഒട്ടിച്ചു. അപ്പം എനിക്ക് എങ്ങനെ ഒട്ടിക്കണം, എന്തൊട്ടിക്കണം എന്നുള്ളൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ചുമ്മാ അടുപ്പിച്ച് 4 കളറും അങ്ങ് ഒട്ടിച്ച് നോക്കുക. അപ്പോൾ പിന്നെ അടുത്തത് ഒരു റെഡ് കളർ. അത് ഞാൻ ചെയ്തു, നടുക്ക് 2 ലെയർ ഒട്ടിക്കാമെന്ന് കരുതി. എനിക്ക് ആ റെഡ് കളർ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഗ്ലൂ തേച്ച്. അപ്പോൾ അവിടെ ഒരു ഹോളുണ്ടല്ലോ, ആ ഹോളിനിടയ്ക്കോട്ട് ഇത് കയറിപ്പോയി ഒട്ടാതിരിക്കാൻ നോക്കിക്കോണം. അപ്പോൾ നമ്മളത് വെക്കുമ്പോൾ തന്നെ ആ ഹോളിനകത്തോട്ട് കയറുന്നുണ്ട്. അത് പിന്നെ ഞാൻ ആ തിരിയുടെ കമ്പിട്ട് കുത്തി അതിൻ്റെ മണ്ടയ്ക്കോട്ടാക്കി എടുത്ത് അത് ഒട്ടിച്ചെടുക്കുവാണ്. കണ്ടോ? എന്നിട്ട് ഈ സ്റ്റോണൊക്കെ തിരിഞ്ഞൊക്കെ ഇരിക്കും, അധികം വലിപ്പമില്ലല്ലോ. അപ്പം നമ്മൾ ആ കമ്പിട്ടൊന്ന് സെറ്റാക്കി ഒട്ടിക്കണം. ഇനി നമുക്ക് അടുത്ത ലെയർ ഒട്ടിക്കാം. ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത്രയും ഹെവി ആയിട്ട് കാണുമ്പം നല്ല ഹെവി ആയിട്ടുള്ളൊരു ക്ലിപ്പ്, അത് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുത്താൽ 80ഉം വേണ്ട 100ഉം വേണ്ട, നമുക്കൊരു 25 രൂപ ഉണ്ടെങ്കിൽ 1 മീറ്റർ ചെയിൻ കിട്ടും, സ്റ്റോൺ ചെയിൻ. അല്ല ഒരു 20 രൂപ ഉണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ അത് വെച്ച് നമുക്ക് 5-8 എണ്ണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പല കളർ മേടിച്ച് വെച്ചാൽ നമുക്ക് എന്തെല്ലാം വർക്ക് ചെയ്യാം. ഇത് തന്നെ നമുക്ക് ഹെയർ ബാൻഡിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ 4 കളറ് ജസ്റ്റ് ചുമ്മാ ഒരു ഓർഡറൊന്നുമല്ല, 4 കളർ ഒട്ടിച്ചെടുത്തു. അപ്പം തന്നെ എന്ത് ഭംഗിയുണ്ട് കാണാൻ. ഫുൾ സ്റ്റോൺ വെച്ചൊരു ക്ലിപ്പ്. ആർക്കായാലും കടയിലൊക്കെ പോയിട്ട് എന്തായാലും ഒരു 80 രൂപ ഇതിന് കൊടുക്കേണ്ടി വരും. അപ്പം നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ നമ്മുടെ ക്ലിപ്പ് റെഡിയായി. എന്ത് പെട്ടെന്ന് റെഡിയാക്കി എടുത്തു. 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണമെങ്കിൽ റെഡിയാക്കി എടുക്കുക. അപ്പോൾ എൻ്റെ ഈ ക്ലിപ്പ് കണ്ടിട്ടാരും നോക്കണ്ട, ഡാമേജുള്ള ക്ലിപ്പാണ്. അത് എനിക്ക് വെക്കുമ്പോൾ വിഷയമില്ല. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ സ്റ്റോൺ വെച്ചൊക്കെയുള്ള ക്ലിപ്പിന് പൊതുവേ റേറ്റ് കൂടുതലല്ലേ. അപ്പം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കി നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് വെച്ചുകൊണ്ട് നടക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടുത്ത സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും വർക്കുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പം ഈ ക്ലിപ്പ് ചെയ്തിട്ട് അഭിപ്രായം പറയണേ. ഓക്കെ, ബൈ.